എത്രാമത്തെ സ്ഥലവും ഇങ്ങനെ വില കൂടുന്ന കാര്യം പറഞ്ഞോണ്ട് കയറി ഇറങ്ങണം. ഇത് സ്വർണത്തിനെക്കാളും പൈസ ഈ സാധനത്തിന് ഞാൻ അറിഞ്ഞ ഇതങ്ങനെ. ഇത് പിന്നെ വെറുതെ കിട്ടുന്ന സാധനമാണോ? വണ്ടി എടുക്കുക, അടുത്ത സ്ഥലം നോക്കുക. ഇത് നടപടിയാവുന്ന എനിക്ക് തോന്നണില്ലട്ടാ. എനിക്ക് അത്ര പോലും ഇല്ല. അത് ഇവളുടെ ഈ പിശുക്ക് സ്വഭാവം വെച്ച്. അയ്യോ സത്യം പറഞ്ഞതിന്റെ ബഹുമാനം ഒന്നും വേണ്ട, ഇരിക്കുക. എടി ഒന്നില്ലെങ്കിൽ നീ സിന്തറ്റിക് ഹെയർ നോക്കുക, അപ്പൊ പൈസക്ക് ലാഭം കിട്ടും. അല്ലെങ്കിൽ നിന്റെ ഉടുക്കത്തെ പിശുക്ക് അങ്ങോട്ട് വിടുക, എന്നിട്ട് നാച്ചുറൽ ഹ്യൂമൻ ഹെയർ നോക്ക്. അല്ല ഈ സിന്തറ്റിക് ഹെയർ എന്താ സംഭവം? എടി സിന്തറ്റിക് ഹെയർ എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും മുടി പോലെയൊക്കെ തന്നെ തോന്നിക്കും. പക്ഷെ അത് റിയൽ ഹ്യൂമൻ ഹെയർ അല്ല. നമ്മുടെ ഈ നൈലോൺ പോളിസ്റ്റർ ഒക്കെ പോലത്തെ ആർട്ടിഫിഷ്യൽ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫേക്ക് ഹെയർ. അതുകൊണ്ട് തന്നെ എന്റെ ചീപ്പും റേറ്റ് ആയിരിക്കും. റേറ്റ് ചീപ്പായിരിക്കും. ആ അതെ. അല്ലടാ എന്നാ പിന്നെ നിനക്കത് നോക്കിക്കൂടെ? അത് ഇവിടെ അല്ല, ഇതിവിടെ പറ. എന്നാ പിന്നെ നിനക്കത് നോക്കിക്കൂടാനോ? എന്തായാലും ഇത് ഹെയർ എക്സ്റ്റൻഷൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എടി ആൾക്കാർ എന്ത് വിചാരിക്കും പറയുന്നുള്ളതല്ല കാര്യം. ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ആകുമ്പോൾ അതിന്റെ സുഖം ഒന്ന് വേറെയാ. അല്ലെങ്കിൽ പ്രേമത്തിലെ സൗഭ്യം പറഞ്ഞ കണക്കാവും. എന്നാ പിന്നെ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ അങ്ങ് വാങ്ങിയാ പോരെ. പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. കണ്ണൂരിൽ അറിയപ്പെടുന്ന വലിയൊരു പണക്കാരന്റെ മോള പുള്ളിക്കാരി. എപ്പ അക്കൗണ്ടിൽ നോക്കിയാൽ 50,000 രൂപയിൽ മിനിമം ബാലൻസ് ഉണ്ടാവും. അത് നിനക്ക് അങ്ങനെ അറിയാം? ഒബ്സർവേഷൻ. ഒളിഞ്ഞു നോട്ടത്തിനൊക്കെ ഇപ്പൊ നല്ല സ്റ്റൈല് വേറെ ആണല്ലോ. അല്ല നമ്മൾ ഈ മുടിയുടെ കാര്യം എന്ത് ചെയ്യും? വിഷയം മാറ്റിയതൊന്നും മനസ്സിലായേ ഇല്ല. അതാണല്ലോ ഇപ്പോഴത്തെ ഇവിടെ വിഷയം, ഹെയർ എക്സ്റ്റൻഷൻ. ഹെയർ എക്സ്റ്റൻഷൻ എന്ത് ചെയ്യും? ഇപ്പൊ ഈ പ്രകൃതി എങ്ങടെ പോണേ? എങ്ങോട്ട് പോണത്? അങ്ങോട്ടെങ്കിലും ആവട്ടെ. അവനിന്ന് വരുമെന്നല്ലേ പറഞ്ഞ? അവനിന്ന് എന്തോ പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പണയം വെക്കണമായിരിക്കും, അതിന്റെ ഓട്ടത്തിലായിരിക്കും അല്ലേ? ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പൊ അവന്റെ കാര്യം അന്വേഷിച്ചത്? പ്രിയ, നീ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. സംഭവം അവന്റെ പാട്ടും ശബ്ദമൊക്കെ സൂപ്പറാ. അവന് കോളേജിൽ കുറേ ഫാൻസും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവന്റെ ലവറാ നീ എന്ന് പറയുമ്പോൾ നിനക്കത് ഭയങ്കര ക്രെഡിറ്റും പ്രൗഡൊക്കെ ആയിരിക്കും. പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവന്റെ 4ാമത്തെ റിലേഷൻഷിപ്പാണ് നീ. എന്ന് വെച്ചാൽ നീ പോയാൽ അവന് വേറൊന്ന്, അത്രേ ഉള്ളൂ. പക്ഷെ നിന്റെ ആദ്യത്തെ. അതുകൊണ്ട് തന്നെ നീ അവനോട് കാണിക്കുന്ന ഡെഡിക്കേഷൻ എത്രത്തോളം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ, ഈ കോളേജ് ലൈഫ് എന്ന് പറയുന്നില്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു പാർട്ട് മാത്രമാണ്. ഇപ്പോഴത്തെ ഈ ത്രില്ല് വെച്ച് നിന്റെ എൻ്റെയർ ലൈഫ് ബുദ്ധിമുട്ടിലാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിനക്ക് അവനിലും നല്ല ആളെ കിട്ടൂടാ. അതും കഴിവ് വെച്ചല്ല, പക്ഷെ ക്യാരക്ടർ കൊണ്ട് എന്തായാലും കിട്ടും. എടാ, നിന്റെ കരുതൽ കൊണ്ടിട്ടാണ് എന്നോട് ഈ പറയണേന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതുപോലെ തന്നെ അവനെയും എനിക്കറിയാം. നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ പാട്ടിനോടുള്ള ത്രില്ല്, ഈ ക്രെഡിറ്റ്, ഫെയിം, ഇതെല്ലാം കണ്ടാണ് മുമ്പുള്ള ഗേൾസ് അവൻ്റെ കൂടെ വന്നതും നിന്നതും. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ റിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോൾ അവരിട്ടിട്ട് പോയത്. പക്ഷെ ഞാൻ അങ്ങനല്ല. അവൻ്റെ നല്ല ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, മോശം സിറ്റുവേഷനിലും ഞാൻ നിൽക്കുന്ന ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തത്. ശരി, നീ പറയണ ആത്മാർത്ഥതയൊക്കെ അവന് നിന്നോടുണ്ടോ? എന്താടാ നീ എന്നൊന്ന് വിശ്വസിക്കു സാറാ.